ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ്? ആൻസർ പെരിയാർ. പെരിയാറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ചൂർണി എന്ന് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ്. അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ നദികൾ പെരിയാർ, പമ്പ എന്നിവയാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദിയാണ് പെരിയാർ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാറാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദിയും പെരിയാറാണ്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പെരിയാർ. മലയാറ്റൂർ പള്ളി, ആദിശങ്കര കീർത്തി സംഭമണ്ഡലം, ആലുവ അദ്വൈത ആശ്രമം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പെരിയാർ. പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിലെ ശിവഗിരി കുന്നുകളാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് പെരിയാറിന്റെ ഉത്ഭവം കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ചോക്കാംപെട്ടിയിൽ നിന്ന് ആണ് എന്നാണ്. പെരിയാറിന്റെ പോഷക നദികൾ മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ഞാംകുട്ടിപ്പുഴ, പെരുതുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ, മംഗലംപുഴ. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി മുല്ലയാർ. പെരിയാറിന്റെയും മുല്ലയാറിന്റെയും സംഗമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡാം മുല്ലപ്പെരിയാർ ഡാം. മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. പെരിയാർ നദി മംഗലപ്പുഴ, മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന സ്ഥലം ആലുവ. ആലുവ പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി പെരിയാർ. പെരിയാർ നദി ഒഴുകുന്ന പ്രധാന ജില്ലകൾ ഇടുക്കി, എറണാകുളം. പെരിയാറിന്റെ പതനസ്ഥാനം വേമ്പനാട് കായൽ. പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ. പെരിയാർ മുൻകാലത്ത് അറിയപ്പെട്ടിരുന്നത് പൂർണ്ണ എന്നാണ്. പെരിയാറിൽ 1341 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയ തുറമുഖം കൊടുങ്ങല്ലൂർ തുറമുഖം.